സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുന്നത് അതൊരു മുദ്രാവാക്യമല്ല, അത് സമൂഹത്തിന്റെ മുന്നേറ്റത്തിന്റെ അടിത്തറയാണ് അല്ലെ. വീട്ടമ്മമാരായി കുടുംബത്തിന്റെ പാരമ്പര്യവും സ്നേഹവും കരുതലും ചുമന്ന് നിശബ്ദമായി ജീവിക്കുന്ന അനവധി സ്ത്രീകളുടെ കഴിവുകളും സ്വപ്നങ്ങളും സമൂഹം പലപ്പോഴും കാണാതെ പോകുന്നുണ്ട്. അവരെ കൈപിടിച്ചുയർത്തി ആത്മവിശ്വാസത്തോടെയും സ്വയം പര്യാപ്തതയോടെയും സമൂഹത്തിന് മുന്നിലേക്ക് നയിക്കുമ്പോൾ അത് ഒരാളുടെ വളർച്ച മാത്രമല്ല, ഒരു തലമുറയുടെ തന്നെ മാറ്റമാണ്. കുടുംബത്തിന്റെ കരുത്തായ വീട്ടമ്മമാരെ സമൂഹത്തിന്റെ ശക്തിയാക്കി മാറ്റുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവുമാണ്. സ്ത്രീകൾ മുന്നേറുമ്പോൾ കുടുംബവും സമൂഹവും രാഷ്ട്രവും മുന്നേറും. അങ്ങനെ സ്വന്തം മണ്ഡലത്തിലെ സ്ത്രീകളെ കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട റാന്നിയുടെ MLA ശ്രീ പ്രമോദ് നാരായണൻ. ഇന്ന് ശ്രീ പ്രമോദ് നാരായണനാണ് നമുക്കൊപ്പം അതിഥിയായി ഹെലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഗുഡ് മോർണിംഗ് ശ്രീ പ്രമോദ് നാരായണൻ. സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഹലോ മലയാളം കാണുന്ന ആളാണ് സ്ഥിരമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. രാവിലെ കാണാനെത്തിയ സന്ദർശകരിൽ കുറേ പേരെ കണ്ടിട്ട് നേരെ നമ്മുടെ ഷൂട്ടിലേക്ക് എത്തുകയായിരുന്നു. ഓക്കെ MLA, അപ്പം ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. MLA ഇപ്പം മണ്ഡലത്തിൽ ഞാനൊരു സന്തോഷം പറഞ്ഞോട്ടെ. സന്തോഷം പങ്കുവെച്ചോട്ടെ ആദ്യം. പറയൂ. ഹലോ മലയാളത്തിൻ്റെ നമ്മുടെ മലയാളിയുടെ പുലർവേളകളെ വളരെ സന്തോഷഭരിതമാക്കുന്ന ഒന്നാണ് ഹലോ മലയാളം. അത് വളരെ ഭംഗിയോടെയാണ് പ്രിയപ്പെട്ട സേതുലക്ഷ്മി അവതരിപ്പിക്കുന്നത്. അത്തരമൊരു പരിപാടിയിൽ എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, അതിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദിയും ആമുഖമായി പങ്കുവയ്ക്കുന്നു. അയ്യോ, താങ്ക് യു സോ മച്ച് MLA. കേൾക്കുമ്പോഴത്തേക്ക് മനസ്സ് നിറയാണ്. MLA, ഇനിയിപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മണ്ഡലത്തിൽ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനം അത് പലരും ലക്ഷ്യമിട്ട് പല പദ്ധതികളുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിലൊരു MLA സ്ത്രീകളുടെ ഉന്നമനമൊക്കെ ലക്ഷ്യമിട്ട് ഒരു പദ്ധതി കൊണ്ടുവരുന്നു, ഷീ റൈസ്. എന്താണ് ശ്രീ പ്രമോദ് നാരായണൻ ഈ ഷീ റൈസ്? എന്തുകൊണ്ട് ഷീ റൈസ്? ഷീ റൈസ് എന്ന പേരിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അവതരണത്തിൽ വളരെ ആമുഖത്തിൽ ഭംഗിയായി പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഉണർന്നെഴുന്നേൽക്കുന്നു. അത് ലോകപ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരി മായ ഏഞ്ചലുവിൻ്റെ സ്റ്റിൽ ഐ വിൽ റൈസ്, എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ തോൽപ്പിക്കാനെത്തുന്ന എല്ലാ തോൽവികളിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന അതിമനോഹരമായ കവിതയിൽ നിന്നാണ് നമ്മൾ ഈ പേര് സ്വീകരിച്ചത്. MLA മാർ സാധാരണ നിലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൊതുവേ നമുക്ക് ബൃഹത്തായ വികസന പദ്ധതികൾ, റോഡ്, പാലം അങ്ങനെയൊക്കെ ആവും. പക്ഷെ ഇവിടെ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അതിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിത നിലവാരത്തിലുണ്ടാകേണ്ട മാറ്റമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് സ്ത്രീകളെ എത്തിച്ച ഒരു വലിയ പാരമ്പര്യം കേരളത്തിലുണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും വലിയ മാറ്റം, ചലനമുണ്ടാക്കിയ ഒന്നാണ് കുടുംബശ്രീ. പക്ഷെ അരങ്ങിലെത്തിയ സ്ത്രീകൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം? എവിടെയാണ് ആ പരിമിതി? അവിടെയാണ് പല കാരണങ്ങളാൽ തൊഴിൽ വൈദഗ്ധ്യം നേടാൻ കഴിയാതിരുന്ന, ചിലപ്പോൾ പഠിക്കാൻ കഴിയാതിരുന്ന നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം. എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടിത്തറയാകേണ്ടത്, ആധാരമാകേണ്ടത് സാമ്പത്തികമായിട്ടുള്ള സ്വാശ്രയത്വമാണ്, അത് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അങ്ങനെ മണ്ഡലത്തിലെ സ്ത്രീകൾക്കായി 5 തൊഴിൽ മേഖലകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്കതിൽ സൗജന്യമായി പരിശീലനം നൽകി, ആ പരിശീലനത്തെ തുടർന്ന് സംരംഭകരാകാനുള്ള പിന്തുണ നൽകി അവരെ എല്ലാവരെയും അത്തരത്തിൽ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാനുള്ള സമഗ്രമായ പദ്ധതിയാണ് ഷീ റൈസ്. കുടുംബശ്രീയുടെ പിന്തുണയോടെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി, ഒരുപക്ഷെ രാജ്യത്താദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. MLA, ഇപ്പം ഒരു സ്ത്രീയെ നമ്മൾ കൈപിടിച്ചുയർത്തുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നു, അവരെ അടുക്കളയിൽ നിന്നും അരങ്ങിലെത്തിക്കുന്നു. അവർ അരങ്ങിലെത്തിയാൽ മാത്രം പോരാ, അവരെ നമുക്ക് ഇനി കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടി ഉയർത്തേണ്ടതുണ്ട്. അപ്പം അവരെ സംരംഭകരാക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രിയപ്പെട്ട സേതു പറഞ്ഞൊരു കാര്യം പ്രധാനമാണ്. അരങ്ങിലെത്തി. ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ മുഖ്യധാരയിലേക്ക് എത്തിച്ചു. സ്ത്രീകളുടെ വിസിബിലിറ്റി എവിടെയും നമുക്ക് കാണാം, നമ്മുടെ പഞ്ചായത്തുകൾ, പൊതുസ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ എല്ലാം. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മേഖലയിലും സ്ത്രീ മുന്നേറ്റത്തിൻ്റെ വിജയഗാഥകൾ, വിജയത്തിൻ്റെ പെൺവഴികൾ തീർത്ത ഒരു നാട് കൂടിയാണ്. പക്ഷേ അരങ്ങിലെത്തിയ സ്ത്രീകൾക്ക് എങ്ങനെയാണ്
അവർക്ക് പുതിയ ആകാശങ്ങൾ, പുതിയ ജീവിത പാതകൾ സമ്മാനിക്കാൻ കഴിയും. അതിനായിട്ടാണ് അതിൽ തൊഴിൽ വൈദഗ്ധ്യം പ്രധാനമാണ്. വരുമാനം സൃഷ്ടിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ അറിയണം. അങ്ങനെ 5 തൊഴിൽ മേഖലകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലാദ്യത്തേത് തയ്യലാണ്. ഏതാണ്ട് 1000-ലധികം 1300ഓളം സ്ത്രീകൾ റാന്നി മണ്ഡലത്തിൽ 12 പഞ്ചായത്തുകളാണുള്ളത്. മലയോര മേഖലയാണ്, ആദിവാസി ജനവിഭാഗങ്ങളുടെ മേഖലയാണ്. അവിടെ 12 പഞ്ചായത്തിലെയും 500-ലേറെ സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ തയ്യൽ പരിശീലനം പൂർത്തിയാക്കി. സൗജന്യമായി തയ്യൽ പരിശീലനത്തിലെത്തുന്ന ആൾക്ക് ഭക്ഷണവും യാത്രയ്ക്കുള്ള സൗകര്യവും എല്ലാം ചെയ്തിട്ടാണത് നമ്മൾ നടപ്പിലാക്കിയത്. ഇനി അവർക്ക് എംബ്രോയിഡറി, അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പരിശീലനം നടക്കുകയാണ്. ഇനി അവരെ സംരംഭകരാക്കാൻ കുടുംബശ്രീയുടെയും വ്യവസായ വകുപ്പുകളുടെയും എല്ലാം പിന്തുണയോടുകൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ, അവർക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, ബ്രാൻഡിങ്, ഇത്തരം കാര്യങ്ങളിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഏകോപിതമായിട്ടുള്ള ഒരു പിന്തുണ, ഇതെല്ലാം ഉറപ്പാക്കും. ഇതിന്റെ ഫണ്ട് എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിപ്പോ ഒരു ഫ്രീ ആണെന്ന് അറിയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫണ്ട് എങ്ങനെയാണ്? പിന്നെ മാത്രമല്ല, ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു ഈ തയ്യൽ, എംബ്രോയിഡറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ തൊഴിൽ മേഖലകളിൽ പുതിയ ഇടങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ? വളരെ പ്രസക്തമായിട്ടുള്ള 2 ചോദ്യമാണ്. ഒന്ന്, ഞാൻ തയ്യലിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ നമ്മൾ മറ്റൊന്ന് രോഗീ പരിപാലനം, പ്രായമെത്തിയിട്ടുള്ള ആളുകൾക്ക് പരിചരണം നൽകുക. അത് ശാസ്ത്രീയമായി പരിശീലിച്ചിട്ടുള്ള ആളുകളുടെ അഭാവം നമ്മൾ നേരിടുന്ന വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ബാച്ചാണിപ്പോൾ സാന്ത്വനമിത്ര എന്ന പേരിൽ ആരോഗ്യവകുപ്പുമായി, പൂർണ്ണമായും സൗജന്യമായ ആരോഗ്യവകുപ്പാണ് പരിശീലനം നൽകുന്നത്. തയ്യലിൻ്റെ പരിശീലനം നമ്മൾ കുടുംബശ്രീയിൽ നിന്നും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് അവർക്ക് പരിശീലനം നൽകുന്നത്. വിവിധ വകുപ്പുകളിലുള്ള ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തി അതിനെ ഉപയോഗിക്കാൻ, അതിനെ ചാനലൈസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ രോഗീ പരിപാലനത്തിൻ്റെ, ഡൊമസ്റ്റിക് ഹെൽത്ത് കെയറിൻ്റെ ഒരു 2 ബാച്ചുകൾ കൂടി, അത് കോൾ സെൻറ്റർ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടാണ്. ആളുകൾ വിളിച്ചാൽ അവർ കൃത്യമായി ഈ പരിശീലനം നേടിയ സ്ത്രീകൾ വീട്ടിലെത്തും. ഏതാണ്ട് 25,000-ഓളം രൂപ വരുമാനം നമ്മുടെ കുടുംബശ്രീ അമ്മമാർക്ക് ലഭിക്കും. അതേപോലെ തന്നെ പുതിയ തൊഴിൽ മേഖലകൾ, ഇപ്പോൾ മോണ്ടിസറി, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിലെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള അധ്യാപക പരിശീലനമാണ്. മോണ്ടിസറിയുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അംഗീകാരത്തോടു കൂടിയ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ റാന്നിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ പരിശീലനം നടക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ വൈദഗ്ധ്യം ആരംഭിക്കും. സൈബർ സെക്യൂരിറ്റിയും ഡേറ്റ അനലിസ്റ്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള മേഖലകൾ വരെ ഈ പദ്ധതിയുടെ ഭാഗമായി ഫേസ് 2-ൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, MLA, ഇനിയിപ്പം അങ്ങ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അതിനെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA, അവരുടെയൊക്കെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഇപ്പം ഈ പശ്ചാത്തല വികസനങ്ങളായിരിക്കും, മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മണ്ഡലത്തിൽ കൂടുതലും അവർ ചെയ്യുക. പക്ഷേ അങ്ങ് അതിൽ നിന്നും ഒരുപാട് മാറി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് പലപ്പോഴും തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഷീ റൈസിനെ കുറിച്ച് സംസാരിക്കുന്നത്, അതേപോലെ റാന്നി നോളജ് വില്ലേജ് വന്നിട്ടുണ്ട് അവിടെ. അപ്പം എന്താണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ നിന്ന് മറ്റു മേഖലകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്, അവിടെയും കൂടിയും പരിഗണിക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഹലോ മലയാളം റാന്നിയിൽ നടക്കുന്ന അല്ലെങ്കിൽ റാന്നിയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം നൂതനമായ പദ്ധതികൾ ശ്രദ്ധിക്കുന്നു. അത് പ്രിയപ്പെട്ട സേതുലക്ഷ്മിയെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തക അത് മലയാളികളുമായി പങ്കുവയ്ക്കുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമാണ്. ഇപ്പം നോളജ് വില്ലേജ് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും അവരിൽ അന്തർലീനമായ കഴിവുകൾ കണ്ടെത്തി അവർക്ക് വഴികാട്ടുന്ന പാത്ത്ഫൈൻഡർ അതുപോലുള്ള പദ്ധതികൾ തുടങ്ങി നഴ്സിംഗ് കോളേജും കേരളത്തിലെ ആദ്യത്തെ MLA മുൻകൈ എടുക്കുന്ന സൗജന്യ PSC കോച്ചിങ് സെൻറ്ററും ഉൾപ്പെടെയുള്ള സമഗ്രമായൊരു വൈജ്ഞാനിക പദ്ധതിയാണ്. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു പദ്ധതി ഒരു MLA ആവിഷ്കരിക്കുന്നു? അതിൽ ആദ്യത്തെ ഉത്തരം, നമ്മുടെ സ്ത്രീകൾ, സ്വാതന്ത്ര്യം കിട്ടിയത് സ്ത്രീകൾക്ക് മാത്രമല്ല. ജനാധിപത്യം നമ്മൾ പറയുമ്പോൾ അത് നീതി പുലർത്തേണ്ടത് പുരുഷന്മാരോട് മാത്രമല്ല. നമ്മുടെ എല്ലാ വികസന പദ്ധതികളും എത്തിച്ചേരേണ്ടത് പുരുഷന്മാരിലേക്ക് മാത്രമല്ല, അത് സ്ത്രീകളിലേക്ക് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം, വികസനം, ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നീതി പുലർത്തുന്നതെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു കൺവിക്ഷൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ജെൻഡർ ബജറ്റിനെ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ആ പദ്ധതികൾ ഏറ്റവും ആദ്യം ചെന്നെത്തേണ്ടത് സ്ത്രീകളിലേക്കാണ്. നമ്മുടെ കുടുംബശ്രീ അത്തരമൊരു വലിയ ചിന്തയുടെ, ഒരു വലിയ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. രണ്ടാമത്തെ കാര്യം, ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടാണ് 21ാമത്തെ വയസ്സിൽ. അപ്പോൾ അന്ന് തന്നെ പ്രാദേശിക സർക്കാരുകൾ വഴി
ഒരുമ എന്ന് പറയുന്ന UNDP-യുടെ പുരസ്കാരം കിട്ടിയ കുടുംബശ്രീക്ക് മുമ്പ് തന്നെ ഒരു വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ അനുഭവമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചേർന്നിട്ടാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിൽ ആഹ്ലാദവുമുണ്ട്, അഭിമാനവുമുണ്ട്, ഒരു പുതിയ മാതൃക തീർക്കാൻ കഴിയുന്നു എന്നത് ചാരിതാർത്ഥ്യവും നൽകുന്നുണ്ട്. തീർച്ചയായും MLA ഇപ്പം റാന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കലകളുടെ നാടാണ്, കൃഷിയുടെ നാടാണ് റാന്നി. ശബരിമലയും മാരാമൺ കൺവെൻഷനും ഒക്കെയുള്ള നാടാണ്. അപ്പം അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്? അതിനൊപ്പം തന്നെ ഇപ്പം MLA എന്ന് പറയുമ്പോൾ ഒരു നാടിനെ ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേനും ഒരാളെ കേൾക്കണം, അവരെ കേട്ട് മനസ്സിലാക്കണം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ MLA ജനപ്രതിനിധികളുടെയൊക്കെ വീടുകളിലൊക്കെ രാവിലെ പോകുന്ന സമയത്ത് നീണ്ട ക്യൂ ആയിരിക്കും കാണുക. ഇവരെ മുഴുവൻ കേൾക്കണം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും പറയാറുള്ളത്. ഓരോ വൈകാരിക തലങ്ങളിലുള്ള മനുഷ്യരാണ്. അപ്പം അവർക്ക് വേണ്ടി ഒക്കെയും സമയം നമ്മൾ കൊടുക്കണം. പക്ഷേ ഇപ്പം പ്രമോദ് നാരായണൻ MLA കുറിച്ച് പറയുമ്പം അങ്ങ് എല്ലാവരെയും കേൾക്കുന്നു, എല്ലാവർക്കും സമയം കൊടുക്കുന്നു. മാത്രമല്ല അങ്ങയുടെ കൂട്ടുകാർ മുഴുവൻ ഇപ്പോഴും കുഞ്ഞു പിള്ളേരാ. അപ്പം ഇതിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? വളരെ വ്യക്തിനിഷ്ഠമായിട്ടൊരു ചോദ്യമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടില്ലേ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ കരുതുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളൊരു കുട്ടിയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഉണർത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സൗന്ദര്യമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, അത് കൂടുതൽ നിർമ്മലമാകുന്നത്. ഞാൻ അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. കേരളത്തിൽ 22 വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ. സമയം പോകുന്നു. കേൾക്കാമോ? എനിക്ക് കേൾക്കാം, നന്നായി കേൾക്കാം. പൂർത്തിയായിക്കോളൂ. ഇടയ്ക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നം പറഞ്ഞോട്ടെ, കേൾക്കാം. അങ്ങ് തുടർന്നോളൂ. ഇപ്പൊ കേൾക്കാം. അപ്പൊ നമുക്ക് 20 വിദ്യാലയങ്ങൾക്ക് 22 കോടിയോളം രൂപ മുടക്കി പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആമുഖമായി ഹലോ മലയാളം തന്നെ പറഞ്ഞതുപോലെ റോഡും പാലവും തോടുമൊക്കെ നമ്മൾ നടപ്പിലാക്കണം. അത്തരം ഒരുപാട് പദ്ധതികൾ റാന്നിയിൽ നടപ്പിലാക്കും. റാന്നി പാലം തടസ്സപ്പെട്ടിരുന്ന നിർമ്മാണം ആരംഭിക്കുകയാണ്. പക്ഷെ നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വരുംകാല തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു? അവർക്ക് വേണ്ടി എന്തു നിക്ഷേപമാണ് ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് നൽകാനുള്ളത്? അതുകൊണ്ടാണ് വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ നൽകിയത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പദ്ധതികളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന പാത്ത് ഫൈൻഡർ, ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞു. ശശി തരൂരിനെ പോലെയുള്ള വിശ്വപൗരനായ ഒരാൾ ഇതെല്ലായിടത്തും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പുസ്തകം എഴുതുന്നൊരു കുട്ടിയെ നമ്മൾ ആ രൂപത്തിലേക്ക് വഴികാട്ടുന്നു. ചിത്രരചന താല്പര്യമുള്ള ഒരു കുഞ്ഞിനെ അതിന് അനിമേഷൻ ഉൾപ്പെടെ പഠിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നു. ഡിസൈനിൽ താല്പര്യമുള്ള കുട്ടിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. പറക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച കുഞ്ഞുങ്ങൾ ആ സ്കൂളിലെ അധ്യാപകരുടെ മുൻകൈയിലാണ്. പക്ഷെ അവരെ നമ്മൾ ഒരു വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. ഇത്തരം അനുഭവങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ ഏറ്റവും ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ നോളജ് വില്ലേജിൻ്റെ പ്രത്യേകത. പിന്നെ അടിസ്ഥാനപരമായി ഞാൻ കുഞ്ഞുങ്ങളുമായി കൂട്ടുകൂടുന്നതിൽ എൻ്റെ കൂട്ടുകാരെല്ലാം കുഞ്ഞുങ്ങളാണ്. LKG UKG സ്കൂൾ കുട്ടികളാണ്. അവരുമായി അവരെ കേൾക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രിയപ്പെട്ട സേതുലക്ഷ്മി, അങ്ങനെ ആളുകളെ കേട്ട ഒരവസരത്തിൽ നിന്നാണ് ഈ ഷീ റൈസ് മനസ്സിൽ വരുന്നത്. MLA ഓഫീസിലേക്ക് 100 കണക്കിന് ആളുകളെത്തും. എത്രയോ സങ്കടങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അതിൽ വരുന്ന അമ്മമാർ, അവരുടെയൊക്കെ സങ്കടം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും അവർക്ക് ജീവിതത്തിൽ വരുമാനം സ്വന്തം നിലയിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് പലപ്പോഴും പണം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആ അമ്മമാർക്ക് നമ്മളെ സഹായിക്കണം, അവരെ പ്രാപ്തരാക്കണം, അവർക്ക് സ്കിൽസ് നൽകണം, വൈദഗ്ധ്യമുള്ളവരാകണം. അവർ ഇന്ന് കാണുന്ന ജീവിതത്തിൽ നിന്നും ഉയർത്താൻ കഴിയണം, ഒരു ആത്മധൈര്യം കൊടുക്കണം, അവർക്ക് ജീവിതത്തിൽ പൊരുതി മുന്നേറാം. അതിനുള്ളൊരു വലിയ, ഞാൻ പറയുന്ന കൈപിടിച്ചുയർത്തുക എന്നുള്ള വാക്കുപോലും ഞാൻ ഉപയോഗിക്കുന്നില്ല, അവർക്ക് നടക്കാനുള്ള വഴി ഇതാണ്. അവരിലേക്കൊരു പുതിയ സ്വപ്നം പകരുക, അതിനുള്ള ഒരു ഇക്കോസിസ്റ്റം, ഒരു സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത്. MLA, മഹത്തരമാണ്. ആ പദ്ധതി നന്നായി തന്നെ മുന്നേറട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഇപ്പോൾ അങ്ങ് ഹലോ മലയാളത്തിൽ വന്നു. ഇനിയിപ്പം ഹലോ മലയാളത്തിൻ്റെ സ്ഥിരമായിട്ട് അങ്ങ് കാണുന്ന ആളുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. അതുകൊണ്ട് കൂടിയല്ല, അങ്ങ് ഇവിടെ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. അപ്പം കേരള കോൺഗ്രസ് പൂർണ്ണമായും ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? അടുത്ത വട്ടവും റാന്നി മണ്ഡലത്തിൽ അങ്ങയുടെ പേര് തന്നെ പ്രതീക്ഷിക്കാമോ?
ഞാൻ ആദ്യം ഷീറൈസിന് ഹലോ മലയാളം നൽകിയ പ്രാധാന്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഫേസ് 1 പൂർത്തീകരിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഷീറൈസ് ഫെസ്റ്റിവൽ റാന്നിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആ ചടങ്ങിൽ അത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള നമ്മളുടെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ വിജയഗാഥകൾ രചിച്ച ആളുകളെല്ലാം എത്തും. ഹലോ മലയാളത്തിൽ നിന്നും പ്രിയപ്പെട്ട സേതുലക്ഷ്മിയെ ഞാൻ ആ വലിയ ഉത്സവത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം റാന്നിയുടെ മണ്ണിലേക്ക് ഞങ്ങളുടെ സ്ത്രീ സംഗമത്തിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നു. ഒപ്പം ഹലോ മലയാളത്തിൻ്റെ പ്രേക്ഷകൻ എന്നതിൽ അവസാനം കരുതി അത്തരമൊരു ചോദ്യം വരാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നു. തീർച്ചയായും ആ ചോദ്യം പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മവിശ്വാസത്തിലാണ്. അത് റാന്നിയിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. റാന്നിയിൽ എൻ്റെ മുന്നണിയും എൻ്റെ പാർട്ടിയും, കേരള കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും എനിക്കൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ റാന്നിയിലെ ജനങ്ങൾ അത് സ്വീകരിച്ചു. കഴിഞ്ഞ 5 വർഷം ആത്മാർത്ഥമായി സമർപ്പിതമായ മനസ്സോടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇടയിലേക്ക് ചെന്നെത്തി ഒരു റാന്നിയുടെ വികസനത്തിൽ ഒരുപാട് പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും കൊണ്ടുവരാനും ബൃഹത്തായ പദ്ധതികൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെ പൂർത്തീകരിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നത് തീർച്ചയായും അഭിമാനകരമാണ്. തെരഞ്ഞെടുപ്പിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളത് ആത്യന്തികമായി എൻ്റെ പാർട്ടി ആദരണീയനായിട്ടുള്ള ജോസ് കെ മാണി സാറാണ് പാർട്ടി ചെയർമാൻ. പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിയും മുന്നണിയും റാന്നിയിലെ ജനങ്ങളും രാഷ്ട്രീയത്തിനതീതമായി ഏൽപ്പിച്ച ദൗത്യം അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു. അതിന് രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വ്യത്യാസങ്ങൾക്കും അതുമായി റാന്നിയിലെ പൊതുസമൂഹം വലിയ പിന്തുണ നൽകി, മാധ്യമങ്ങൾ നൽകി. അക്കാര്യത്തിൽ വലിയ സ്നേഹവും കടപ്പാടും എല്ലാവരോടുമുണ്ട്. അതുകൂടി പങ്കുവയ്ക്കട്ടെ. ഓക്കെ അല്ലേ, അപ്പം ഒരുപാട് സന്തോഷം നിങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന്. ഷീറൈസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം കൂടി ആകട്ടെ അങ്ങക്ക്. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ ഹലോ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട് മലയാളത്തിന്. അതിൻ്റെ വാക്കുകൾ പൂക്കളെ പോലെ സുഗന്ധം പരത്തുന്നതാണ്. ബഹളങ്ങളില്ലാതെ വളരെ ഇമ്പത്തിൽ മലയാളിയുടെ എല്ലാ പുലർവേളകളെയും വളരെ സന്തോഷഭരിതമാക്കുന്ന ഹലോ മലയാളം. അത്തരമൊരു വളരെ ഏറ്റവും കൂടുതൽ മലയാളി ശ്രദ്ധിക്കുകയല്ല, മലയാളി അതിൽ പങ്കാളിയാകുന്ന ഇത്തരമൊരു പ്രഭാതത്തിലെ മനോഹരമായൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഹലോ മലയാളത്തിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു എം.എൽ.എ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എം.എൽ.എ. ശ്രീ പ്രമോദ് നാരായണനാണ്. അദ്ദേഹം മണ്ഡലത്തിൽ ചെയ്തു വരുന്ന ഒരു വലിയൊരു കാര്യം. നമ്മളിപ്പം എല്ലായിടത്തും നമ്മളിങ്ങനെ പറയും സ്ത്രീകൾ മുന്നേറണം, സ്ത്രീകൾക്ക് മുന്നേറണം, സ്ത്രീകൾ ഇങ്ങനെ ഒരിടത്ത് ഒതുങ്ങിക്കൂടാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് പറച്ചിലിൽ മാത്രം പലയിടങ്ങളിലും ഒതുങ്ങിപ്പോകുന്നത് നമ്മൾ കാണുമല്ലേ. പക്ഷേ ഇത് പറച്ചിലല്ല, അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അവർക്കൊരു ഉപജീവന മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് സ്വയം പര്യാപ്തരാവുക, നിങ്ങൾ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. കാരണം ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് 100,000 പണികൾ കാണും ഇവർക്കൊക്കെയും. പക്ഷേ അതിനിടയിൽ ഇതിന് സമയം കണ്ടെത്തുന്നു, അതും വളരെ പ്രാധാന്യത്തോടു കൂടി സമയം കണ്ടെത്തുന്നു, അതിനെ ചെയ്യുന്നു. അവിടെ ഇത്രയും ഒരു വലിയ ക്യാമ്പ് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്